ഞാൻ റീസെൻ്റ്ലി ഇൻസ്റ്റ നോക്കുമ്പോൾ കണ്ട ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചിറക്കുന്നുണ്ട്. റഷ്യയിലേക്ക് ഒരുപാട് ജോബ് വേക്കൻസികളുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളൊരു ആഡാണ്. അതായത് 10 ദിവസം കൊണ്ട് റഷ്യയിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആഡാണ്. ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് സജു എന്നാണ്, സജു ഭൂഷൺ. ഞാൻ ടൈഗർ ഇന്റർനാഷണൽ കമ്പനിയിൽ നിന്ന് റഷ്യയിലോട്ട് 10 ദിവസത്തിനുള്ളിൽ വിസ റെഡിയാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പോകണമെന്നുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ആസിം ഭായി ആണ് ഇതിന്റെ എല്ലാം നോക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റഷ്യയിൽ പോവുകയും ചെയ്യും. 10 ദിവസത്തിനുള്ളിൽ പോവുകയും ചെയ്യും. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി ശരിയാക്കി തരികയും ചെയ്യും. വെയർ ഹൗസിലാണ് വർക്ക്, പാക്കിംഗ് സെക്ഷനിലാണ്. നിങ്ങൾക്ക് അവിടെയാണ് ജോലി. ദിവസം കൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് റഷ്യയിൽ വരാൻ പറ്റില്ല. അതിന് മുമ്പായിട്ട് നമുക്ക് സബ്മിഷൻ വേണം, കോൺട്രാക്ട് വേണം, ഇൻവിറ്റേഷൻ വേണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ തന്നെ 14 ദിവസം കഴിയണം. മെഡിക്കൽ കിട്ടണം. ചില സമയത്ത് ചിലപ്പോൾ 6-7 ദിവസമൊക്കെ പിടിക്കും മെഡിക്കൽ കിട്ടാൻ. ചില സമയത്ത് 14 ദിവസം പിടിക്കും. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ വന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം, പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് മിനിമം ഒരു 4 മാസം ടു ചിലപ്പോൾ 6 മന്ത് ഒക്കെ ടൈം എടുക്കാം. ചില സമയത്ത് നമുക്ക് 45 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടാം. അപ്പം ഓരോരോ വർക്ക് വീസൊക്കെ ഓരോരോ രീതിയാണ്. പക്ഷേ വർക്ക് വീസ് ഒരിക്കലും 10 ദിവസം കൊണ്ട് കിട്ടത്തില്ല. അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കുക. ഇങ്ങനെ ചതിക്കുഴികൾ കുഴിച്ച് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ഏജന്റുമാർ ഇവിടെ റഷ്യയിൽ തന്നെയുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പം എന്നെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിന് മുമ്പിൽ വന്നിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഏജൻസിക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഏജന്റുമാർക്കും. അതുകൊണ്ട് എനിക്കെതിരെ വളരെ രീതിയിൽ എപ്പോഴും എനിക്കെതിരെ മാത്രം ചെയ്യുന്ന ഒരുത്തരുണ്ട്, ഒരു ജുബി എന്ന് പറയാൻ, എന്നെ ടാർഗറ്റ് ചെയ്ത് മാത്രം ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മീൻ പിടിക്കാൻ പോകും. അപ്പോൾ ഈ കള്ളനെ പോലത്തെ ആൾക്കാർക്ക് ഇതിലൂടെ വലിയ വരുമാനം. ഇവനൊക്കെയാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഏജൻസികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവനൊക്കെയാണ്. അതിൽ നിന്നുള്ള നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്. 25ഉം 30ഉം ബാച്ചായിട്ടാണ് ഓരോ ബാച്ചിലും വരുന്നത്. അപ്പം അതിൽ നിന്ന് ഒരാളിൽ നിന്ന് എത്ര ഇൻകമാണ് ഇവൻ ഏൺ ചെയ്യുന്നുള്ളത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. പിന്നെ ഇവൻ ഒരുപാട് കള്ളപ്രചരണങ്ങൾ, ന്യൂസുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ന്യൂസുകളിലെ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട്. ആ ഷോർട്ട് വീഡിയോ നിങ്ങൾ കാണുക. പിന്നെ അതിൻ്റെ ഫുൾ വീഡിയോകളും വരുന്നുണ്ട്. അപ്പോൾ അവൻ എന്തൊക്കെയോ ഇത് റഷ്യൻസിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ എഗ്രിമെന്റ്. അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുക. ഇത് ഇന്ത്യൻസിന് മറ്റൊരു കമ്പനിയിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇവൻ അടിച്ചിറക്കി യൂട്യൂബിന് മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് ഇവൻ ശ്രമിക്കുന്നു.